പ്രിയ കുട്ടികളെ, പരീക്ഷ പല ദിവസങ്ങളിലിട്ടെങ്കിലും പരീക്ഷ എഴുതാത്ത ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാ പരീക്ഷകളും എഴുതിയാൽ മാത്രമേ സി മാർക്ക് തരികയുള്ളൂ. അത് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വെറുതെ അല്ല, അത് കാര്യമായ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഫോർമുലകൾ കഴിഞ്ഞതിന് ശേഷം ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് എന്ന രീതിയിൽ ഇവിടെ മുതൽ ഇൻ്റഗ്രൽസ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ്, ടാൻ സ്ക്വയർ എക്സ്, ഇങ്ങനെ ഇവിടെ തൊട്ട് ഒരു 16ാമത്തെ പേജ് വരെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് അടുത്ത ദിവസത്തെ ടെസ്റ്റ് പേപ്പർ. ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. സൈൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇതിലേതാണ് ടെസ്റ്റ് പേപ്പർ ഇടുന്നതെന്ന് ഞാൻ പറയില്ല. ഈ പേജ് തൊട്ട് 7ൻ്റെ ലാസ്റ്റ് പേജ് തൊട്ട് അത് തീരുന്ന വരെ ഞാനങ്ങ് പറഞ്ഞു തരും. അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ പരീക്ഷ ഇടും. അത് ശനിയാഴ്ച, അതായത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൻ്റെ വൈകുന്നേരം 6 മണിക്കായിരിക്കും ആ പരീക്ഷ. സൈൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അതിനെ 1 - cos 2x/2 എന്ന് മാറ്റുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ അത് ചെയ്ത് കാണിച്ചിട്ടില്ല. ഇതാ ഇങ്ങനെ മാറ്റിയിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിങ്ങനെയാണ് ചെയ്യണേ. 1/2 മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തു, പിന്നെ 1 - cos 2x ബ്രാക്കറ്റിലിട്ടു, ഇൻ്റഗ്രൽ സൈൻ ഇട്ട് dx എഴുതി വെച്ചു. 1/2 പുറത്തുണ്ട്. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് മൈനസ് cos 2xൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2x/2 പ്ലസ് സി, അങ്ങനെ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ 1 - cos 2x/2 എന്ന് മാറ്റി ചെയ്യുക. കോസ് സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ 1 + cos 2x/2 എന്ന് മാറ്റി ചെയ്യുക. ടാൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സി സ്ക്വയർ എക്സ് -1 തന്നെ മാറ്റുക. ഇവിടെ ബ്രാക്കറ്റ് വേണം. dx നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ തുടർച്ചയായിട്ട് എങ്ങനെയാണ്. സി സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് -1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. സൈൻ ക്യൂബ് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അതിനെ 3 sin x - sin 3x/4 എന്ന് മാറ്റിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഇൻ്റഗ്രേഷൻ എങ്ങനെ ചെയ്യും? മൊത്തത്തിൽ 1/4 പുറത്തെടുക്കുക, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇൻ്റഗ്രൽ 2 ആക്കി തിരിക്കുക. ഒന്ന് തിരിക്കണമെന്നുമില്ല, 3 sin x - sin 3x എന്ന് വെച്ചൊരു ബ്രാക്കറ്റ് ഇട്ട് ഇൻ്റഗ്രൽ ഒന്നിച്ചെഴുതിയാലും മതി. 3 sin xൻ്റെ ഇൻ്റഗ്രൽ 3 × sin xൻ്റെ ഇൻ്റഗ്രൽ -cos x മൈനസ് sin 3xൻ്റെ ഇൻ്റഗ്രൽ -cos 2x/3, പിന്നെ ഒരു പ്ലസ് സിയും കൂടെ കൊടുക്കുക. ആദ്യം ഒരു 1/4 എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് വലിയ ബ്രാക്കറ്റിൻ്റെ പുറത്ത് കിടപ്പുണ്ട്. കോസ് ക്യൂബ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അതിനെ എങ്ങനെ മാറ്റണം? cos 3x + 3 cos x/4 എന്ന് മാറ്റുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടാൻ ക്യൂബ് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അതിനെ ടാൻ സ്ക്വയർ എക്സ് × ടാൻ എക്സ് എന്ന് എഴുതിയിട്ട് ടാൻ സ്ക്വയർ എക്സിനെ സി സ്ക്വയർ എക്സ് -1 എന്ന് മാറ്റി ബ്രാക്കറ്റിൽ എഴുതി ഇൻറ്റു ടാൻ എക്സ് dx എന്ന് എഴുതിയിട്ട് ഇൻ്റഗ്രൽ 2 ആക്കി തിരിക്കുക. ബ്രാക്കറ്റ് മാറ്റി ഗുണിക്കുമ്പോൾ ഒന്ന് ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് ടാൻ എക്സ് dx മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് dx. അതിനുശേഷം ഈ സി സ്ക്വയർ എക്സ് ടാൻ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇവിടെ നിന്നൊരു വര ഇട്ടിങ്ങനെ വെച്ച് പുട്ട് ടാൻ എക്സ് ടി എന്ന് എഴുതുക. പുട്ട് ടാൻ എക്സ് ടി എഴുതുമ്പോൾ സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സി സ്ക്വയർ എക്സ് dx dt വരും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം dt, ഇത് ടി, ഇൻ്റഗ്രൽ ടി dt എന്ന് വരും. ഇൻ്റഗ്രൽ ടി dt എന്താണ്? t²/2 ആണ്. അപ്പോൾ എൻ്റെ ഉത്തരം നിങ്ങൾക്ക് ടാൻ സ്ക്വയർ x/2 എന്ന് കിട്ടി. മൈനസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സിക്കസ് പ്ലസ് സി എന്ന് നമുക്ക് കിട്ടി. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ടാൻ എക്സിനെ sin x/cos x എന്നാണ് എഴുതേണ്ടത്. cos xൻ്റെ കൃത്യം ഡിഫറൻഷ്യലല്ല, മുകളിൽ ഒരു മൈനസ് ഇടണം. അപ്പോൾ മൈനസ് ലോഗ് മോഡ് cos x ആണ്, അല്ലെങ്കിൽ അത് പ്ലസ് ലോഗ് മോഡ് സിക്കസ്. അങ്ങനെ ഈ ഇൻ്റഗ്രേഷൻ പൂർത്തിയാക്കുക. ഈ ഭാഗം ഒരു വരയിട്ട് ഇങ്ങോട്ട് വരയിട്ടാലും മതി. ഈ ഭാഗം ഇങ്ങോട്ട് വരയിട്ട് പുട്ട് ടാൻ എക്സ് ടി എഴുതി സൈഡിൽ എൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ച് ഇത് ടിയിലാക്കുക. ഇതിൻ്റെ ഉത്തരം എഴുതുക, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ഇൻ്റഗ്രൽ ടി dt മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് dx തന്നെ എഴുതി പൊക്കോ. രണ്ടിൻ്റെയും കൂടി ആൻസർ ഒപ്പം എഴുതാൻ വേണ്ടിയിട്ടാണ് പ്ലാനെങ്കിൽ. ഒരെണ്ണത്തിൻ്റെ ആൻസർ നേരത്തെ എഴുതി പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻ്റഗ്രൽ ഉത്തരം കിട്ടി. t²/2 മൈനസ് ലോഗ് മോഡ് സിക്കസ് പ്ലസ് സി, എന്നിട്ട് ടാൻ സ്ക്വയർ x/2 മൈനസ് ലോഗ് മോഡ് സിക്കസ് പ്ലസ് സി. അങ്ങനെ ആൻസർ പൂർത്തിയാക്കിയാൽ മതി.
അപ്പോൾ ഞാൻ ഇത് ഫോർമുല പോലെ പഠിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്ത് തന്നിട്ടില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റും, ഞാനത് കൃത്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു ഇച്ചിരി സംശയം വരുള്ളൂ. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആരോ മാർക്ക് ഇട്ട് പുട്ട് ടാൻ എക്സ് ടി സി സ്ക്വയർ എസ് ഡി എസ് ഡി ടി. അപ്പോൾ തുടർച്ചയായിട്ട് സമയത്ത് ഇൻ്റഗ്രൽ ടി ഡി ടി മൈനസ് ഇതിൻ്റെ ഉത്തരം എഴുതുകയോ, ഇത് ഇൻ്റഗ്രൽ ടി ഡി ടി ആയുള്ളൂ, അതുകൊണ്ട് ഇൻ്റഗ്രൽ ടാൻ എസ് ഡി എസ് തന്നെ ഇത് പോട്ടെ. ഇനി രണ്ട് ടൈമിൻ്റെ ഉത്തരം എഴുതാം. ടി സ്ക്വയർ ബൈ 2 മൈനസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി, ഇൻ്ററേഷൻ തീർന്നതുകൊണ്ട് പ്ലസ് സി, എന്നിട്ട് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ടി മാറ്റുവാണ് മൈനസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി. അത്രയേ ഉള്ളൂ. നിങ്ങളത് തന്നെ എഴുതണം. പിള്ളേർ തന്നെ എഴുതിയാൽ മാത്രമേ, ഞാൻ കൃത്യം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് വെച്ച് നിങ്ങൾ തന്നെ എഴുതണം, അതിൽ സംശയമൊന്നും വേണ്ട. ഇങ്ങോട്ടൊരു ആരോ മാർക്ക് ഇട്ട് പുട്ട് ടാൻ എക്സ് ടി സി ഡിഫറൻഷ്യേറ്റ് ചെയ്തു, സി സ്ക്വയർ എസ് ഡി എസ് ഡി ടി. അപ്പോൾ തുടർച്ചയായിട്ട് സമയത്ത് ഇൻ്റഗ്രൽ ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ടാൻ എസ് ഡി എസ്, രണ്ടും ഇൻ്റഗ്രൽ ആൻസർ ഒപ്പം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൊണ്ട് എഴുതുന്നത്. സമം ടി സ്ക്വയർ ബൈ 2 എന്നാണ് ഇവിടുത്തെ ആൻസർ, മൈനസ് ഇവിടുത്തെ ആൻസർ ലോഗ് മോഡ് സീക്കസ്, ഇൻ്ററേഷൻ തീർന്നുകൊണ്ട് ആ കൂടെ പ്ലസ് സി കൊടുക്കാം. ഇനി ടി മാറ്റാനും കൂടെ ഉണ്ട്. ടാൻ സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി. 3 തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാം. 1/4 മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തു, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. കോസ് ടി എക്സിൻ്റെ ഇൻ്റഗ്രൽ എഴുതുക. കോസ് ടി എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 3s ബൈ 3 പ്ലസ് 3 ഇൻറ്റു കോസസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്, വലിയ ബ്രാക്കറ്റ് അടച്ചു, പ്ലസ് സി. അത്രയേ ഉള്ളൂ. ഇനി ടാൻ എക്സും കോട്ടെക്സും സീക്കസും കോസിക് എക്സും എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിലേതെങ്കിലും ഒരെണ്ണം ഞാനിടും. ടാൻ എക്സിനെ സൈനസ് ബൈ കോസസ് എന്ന് എഴുതിയിട്ട് താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരാൻ ഒരു മൈനസ് ഇവിടെ ഇട്ടുകൊണ്ട് പുറത്തൊരു മൈനസും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി എന്ന് പെട്ടെന്ന് ആൻസർ എഴുതിയാലും മതി. അത് തന്നെയാണ് പ്ലസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി. ഇത്രയും സ്റ്റെപ്പൊന്നും കാണിക്കണ്ട, ഇതിൽ നിന്ന് നേരെ ഇതിലേക്ക് എഴുതി വെച്ചാലും മതി. ഒന്നുകിൽ അങ്ങനെ താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരാൻ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ പുറത്തൊരു മൈനസ് ഇടുക, എന്നിട്ട് പെട്ടെന്ന് ഈ ആൻസർ എഴുതുക. അല്ലെങ്കിൽ പുട്ട് കോസ് എക്സ് ടി എടുക്കുക, താഴത്തതാണ് ടി എടുക്കേണ്ടത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മൈനസ് സൈനസ് ഡി എസ് ഡി ടി, നമുക്ക് സൈനസ് ഡി എസ് ഉള്ളൂ, മൈനസ് ഡി ടി. കംപ്ലീറ്റ് കാര്യങ്ങൾ ടിയിലേക്ക് മാറ്റി ഉത്തരം കൊണ്ടുവരിക. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. കോട്ടെക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കോസസ് ബൈ സൈനസ്, താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ ലോഗ് മോഡ് സൈനസ് പ്ലസ് സി നമുക്ക് പെട്ടെന്ന് എഴുതി വയ്ക്കാം. സീക്കസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അതിനെ സീക്കസ് പ്ലസ് ടാനക്സ് കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ച ഒരു സ്റ്റെപ്പ് കൊണ്ടുവരണം. എന്നിട്ട് താഴത്തെ സീക്കസ് പ്ലസ് ടാനക്സിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ അല്ലേ മുകളിൽ കിടക്കണമെന്ന് നോക്കുക. അതെ, സീക്കസിൻ്റെ ഡിഫറൻഷ്യൽ സീക്കസ് ടാനക്സ് പ്ലസ് ടാനക്സിൻ്റെ ഡിഫറൻഷ്യൽ സി സ്ക്വയർ എക്സ്, താഴെ കിടക്കുന്നതിൻ്റെ കൃത്യം ഡിഫറൻഷ്യലാണ് മുകളിൽ, അതുകൊണ്ട് ഈ ആൻസറിലേക്ക് പെട്ടെന്ന് ചാടാം. ലോഗ് മോഡ് സീക്കസ് പ്ലസ് ടാനക്സ് പ്ലസ് സി. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറ്റില്ലേ, പുട്ട് താഴെ കിടക്കുന്നത് ടി എടുക്കുക, സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി ആണിത്. അങ്ങനെ എഴുതാം. എന്തിനാ അത്രയും സ്റ്റെപ്പ് എഴുതണേ, ഒരാവശ്യമില്ല. താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ എന്ന രീതിയിൽ എഴുതി വെച്ചാലും മതി. കോസിക് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനതിനെ കോസിക്കസ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. താഴത്തെ കൃത്യം ഡിഫറൻഷ്യലാണ് ഈ മുകളിൽ കിടക്കുന്നത്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കോസിക് എക്സിൻ്റെ ഡിഫറൻഷ്യലാണ് മൈനസ് കോസിക്കസ് കോട്ടെക്സ്, മൈനസ് കോട്ടെക്സിൻ്റെ ഡിഫറൻഷ്യലാണ് ഒരു മൈനസ് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. കോട്ടെക്സിൻ്റെ ഡിഫറൻഷ്യൽ വീണ്ടും മൈനസ് കൊസി സ്ക്വയർ എക്സ്. അപ്പോൾ ആ ഇടയ്ക്ക് പറഞ്ഞ മൈനസും പിന്നെ വന്ന മൈനസ് കൊസി സ്ക്വയർ എക്സും കൂടെയാണ് ഈ പ്ലസ് കൊസി സ്ക്വയർ എക്സ് ആയിട്ട് മാറിയത്. ഒന്നുകിൽ താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ എന്ന രീതിയിൽ ലോഗ് മോഡ് കൊസിക്കസ് മൈനസ് കോട്ടെക്സ് പ്ലസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ താഴത്തെ കൊസിക്കസ് മൈനസ് കോട്ടെക്സ് ടി എടുത്ത് കണക്ക് ചെയ്ത് കൊണ്ടുവരിക. ഇനി താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരാൻ പല ക്വസ്റ്റിനും നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താം. മൈനസ് ഇട്ടോ സംഖ്യ ഇട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഇത് കണ്ടില്ലേ, 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ, അപ്പോൾ 2 ലോഗ് മോഡ് ടാനസ് പ്ലസ് സി. ഇവിടെ കണ്ടോ, എസ് ക്യൂ പ്ലസ് 5 സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ, എസ് ക്യൂവിൻ്റെ ഡിഫറൻഷ്യലാണ് 3x സ്ക്വയർ. അപ്പോൾ -2 കൊണ്ട് അതിനെ ഗുണിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ 5 സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യലാണ് 10x. അപ്പോൾ ഇവിടെയും -2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, -2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വരുന്ന മാറ്റം എന്താണ്, 3s സ്ക്വയർ പ്ലസ് 10x. അത് താഴെ കിടക്കുന്നതിൻ്റെ കൃത്യം ഡിഫറൻഷ്യലാണ്. അപ്പോൾ -2 ഇൻറ്റു ലോഗ് മോഡ് എസ് ക്യൂ പ്ലസ് 5 എസ് സ്ക്വയർ പ്ലസ് സി.
താഴെ റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ കൃത്യം മോളിൽ വന്നാൽ 2 റൂട്ട് എന്നാണ് ആൻസർ. പക്ഷേ ഇവിടെ താഴെ റൂട്ടിൽ കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ അല്ല, കൃത്യം മുകളിൽ ഒരു മൈനസും കൂടെ ഇട്ടാലേ പറ്റുള്ളൂ. ആ മൈനസ് ഇവിടെ ഇടുമ്പോൾ പുറത്തൊരു മൈനസും കൂടെ ഇട്ട് പോസിറ്റീവ് മൊത്തത്തിലാക്കണം. ഇനി താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മുകളിലുണ്ട്. ഈ മൈനസ് ഉത്തരത്തിൽ നേരത്തെ ഇട്ട് വെച്ചു. താഴെ റൂട്ടിൽ കിടക്കുന്നതിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മുകളിലുണ്ട്. അപ്പോൾ 2 റൂട്ട് കോസസ് പ്ലസ് സി. താഴെ റൂട്ടിൽ കിടക്കുന്ന ടാനക്സിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മുകളിലുണ്ട്. അപ്പോൾ 2 റൂട്ട് ടാനക്സ് പ്ലസ് സി. ഇനിയുള്ള 4 സെറ്റിൽ ഒരെണ്ണം ഇടാമെന്നാണ്. 1/1 പ്ലസ് സൈനസ്, 1/1 മൈനസ് സൈനസ്, 1/1 പ്ലസ് കോസസ്, 1/1 മൈനസ് കോസസ്. ഈ 4 വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇതിൽ നിന്ന് ഏതെങ്കിലും ഓർമ്മയാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഈ സെറ്റ് ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് ഏതെങ്കിലും ഓർമ്മയാണ് ഞാൻ ഇടുന്നത്. അതുപോലെ ഈ പറയുന്ന 3 എണ്ണം വെച്ച് 2 സെറ്റ് പറഞ്ഞു, അതിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഇടും. ഇനി ഈ പറയുന്ന 1/1 പ്ലസ് സൈൻ എക്സ് വന്നാലും ആ താഴെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്കത്തെ സൈൻ മാറി കിട്ടുന്ന, ഇവിടെ മാറി കിട്ടുന്നത് 1 മൈനസ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചു. ഇതിലും അങ്ങനെ തന്നെ താഴെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്കത്തെ സൈൻ മാറി കിട്ടുന്നത് 1 പ്ലസ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചു. ഇതിലും അങ്ങനെ തന്നെ താഴെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്കത്തെ സൈൻ മാറി കിട്ടുന്നത് 1 മൈനസ് കോസസ് ആണ്. മുകളിലും താഴെയും ഗുണിച്ചു. ഇതിലും അതുപോലെ തന്നെ താഴെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്കത്തെ സൈൻ മാറി കിട്ടുന്നത് 1 പ്ലസ് കോസസ് ആണ്. മുകളിലും താഴെയും ഗുണിച്ചു. അതിനുശേഷം കാൽക്കുലേഷൻ ചെയ്തു പോവുക. ഇൻ്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അതായത് കോസ് സ്ക്വയർ എക്സ്. അങ്ങനെ കാൽക്കുലേഷൻ മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിട്ട് മുറിക്കാവുന്ന രീതിയിൽ അത് വരും. ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഒരു ബ്രാക്കറ്റ് ഇടുന്ന ഇടയ്ക്ക് മൈനസ് വരുമ്പോൾ മൊത്തം കാര്യത്തെയും ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് കാണിക്കാനാണ് ഈ ബ്രാക്കറ്റ്. ഡി എക്സ് സമ ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് മൈനസ് ഇതെന്താണ്, ടാൻ എക്സ് സീക്കസ് അല്ലെങ്കിൽ സീക്കസ് ടാൻ എക്സ് ആണിത്. 1 ബൈ കോസസ് സീക്കസും ബാക്കി വരുന്ന സൈനസ് ബൈ കോസസ് ടാൻ എക്സ്. ഈ 2 ടേമിനും ഇൻ്റഗ്രൽ ഉള്ളതാണ്. സി സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് ആണ്, മൈനസ് സീക്കസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സീക്കസ് ആണ്, പ്ലസ് സി. അതുപോലെ തന്നെയാണ് എല്ലാ കണക്കുകളും വരുന്നത്. ഒരു കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, 1 മൈനസ് കോസസ് ബൈ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വെച്ച് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ്. രണ്ടാക്കി മുറിച്ചപ്പോൾ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന കൊസി സ്ക്വയർ എക്സ് മൈനസ് കോസസ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന കൊസിക്കസ് കോട്ട് എക്സ് ആണ്. ബ്രാക്കറ്റ് ടു ഡി എക്സ്. കൊസി സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോട്ട് എക്സ് ആണ്, മൈനസ് കൊസിക്കസ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കൊസിക് എക്സ് ആണ്. ആ 2 മൈനസും കൂടെയാണ് ഇടയ്ക്ക് പ്ലസ് വന്നത്. അങ്ങനെ നമുക്ക് ആ സെറ്റ് ചെയ്യാം. ഇനി 1/1 പ്ലസ് ടാനസ്, 1/1 മൈനസ് ടാനസ്, 1/1 പ്ലസ് കോട്ടെക്സ്, 1/1 മൈനസ് കോട്ടെക്സ്. ഈ 4 വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ടാൻ എക്സിനെ സൈനസ് ബൈ കോസ് എക്സ് എന്നും കോട്ടെക്സിനെ കോസസ് ബൈ സൈൻ എക്സ് എന്നും എഴുതി വയ്ക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എൽ സി എം ഒക്കെ എടുക്കുമ്പോൾ ഈ കോസ് എക്സ് മോളിൽ കയറി വരികയും ഇവിടെ കോസസ് പ്ലസ് സൈൻ എക്സ് എന്ന് വരികയും ചെയ്യും. ആദ്യം ഇൻ്റഗ്രൽ 1 ബൈ ഇവിടെ തന്നെ എൽ സി എടുത്തു. കോസസ് ഡിനോമിനേറ്റർ കോസസ് പ്ലസ് സൈൻ എക്സ്, അത് വീണ്ടും കോസസ് മോളിൽ കയറും, കോസസ് പ്ലസ് സൈൻ എക്സ് താഴെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുക. ആ ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ മുകളിൽ എഴുതുക. ഡിനോമിനേറ്റർ തന്നെ വീണ്ടും ഒന്നുകൂടെ എഴുതുക. അപ്പോൾ ഡിനോമിനേറ്റർ ഈ സ്റ്റെപ്പ് വരെ വന്നത് ഇവിടെ കിടക്കട്ടെ. ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ മുകളിൽ എഴുതുക. ഇതിൻ്റെ ഡിഫറൻഷ്യലാണ് മൈനസ് സൈനസ് പ്ലസ് കോസസ്, ഒരു ബ്രാക്കറ്റിൽ എഴുതുക. പിന്നെ ആ ഡിനോമിനേറ്റർ തന്നെ ഒന്നുകൂടെ എഴുതുക. ഈ ഇടയ്ക്കത്തെ സൈൻ ചിലതിൽ പ്ലസും ചിലതിൽ മൈനസുമാണ്. അത് നമ്മൾ തീരുമാനിച്ച് വരുന്നേ ഉള്ളൂ. ഈ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് എക്സ് തന്നെ വരണം. മൈനസ് സൈൻ എക്സ് അപ്പോൾ ക്യാൻസലായി പോകണം. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് പ്ലസ് ഇട്ടാലാണ് സൈൻ എക്സ് ക്യാൻസലായി പോകുള്ളൂ. 2 കോസസ് വന്നു, അതിന് ഹാഫ് വരുമ്പോൾ കോസസ് തന്നെ വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇത് ബൈ ഇത് ഒരു ഇൻ്റഗ്രേഷൻ പ്ലസ് ഇത് ബൈ ഇത് വേറൊരു ഇൻ്റഗ്രേഷൻ. ഇതെന്ന് പറയുന്നത് താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരുന്ന ഒരു ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് ഇത് ഇൻ്റഗ്രൽ 1 ഡി എക്സ് ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ എക്സ് പ്ലസ് സി. എല്ലാ കണക്കിലും അങ്ങനെയാണ്. കോട്ടെക്സിനെ കോസസ് ബൈ സൈനസ് എന്ന് എഴുതി. എന്നിട്ട് എൽ സി എം എടുക്കുമ്പോൾ സൈനക്സ് മോളിൽ കയറും, സൈനസ് മൈനസ് കോസസ് വരും. എന്നിട്ട് ഈ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുക. ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഈ ബ്രാക്കറ്റ് എഴുതുക. എന്താണത്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ്.
ഇനി ഡിനോമിനേറ്റർ തന്നെ ഒന്നുകൂടെ എഴുതുക. ഈ ഇടയ്ക്കത്തെ സൈൻ നമ്മൾ തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് സൈൻ എക്സ് ആണ് വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ കോസ് എക്സ് വേണ്ട. ഇവിടെ കോസ് എക്സ്, ഇവിടെ മൈനസ് സൈൻ എക്സ്. അപ്പോൾ അത് പോകണമെങ്കിൽ ഇടയ്ക്ക് പ്ലസ് ആണ് വേണ്ടത്. ഇനി സൈൻ എക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് 2 സൈൻ എക്സ് വെറും സൈൻ എക്സ് ആകാൻ പുറത്ത് ഹാഫ് ഇട്ടു. പിന്നെ നിങ്ങൾക്കറിയാം ഹാഫ് ഇത് ഈ ഇൻ്റഗ്രേഷൻ ലോഗമോഡ് ഡിനോമിനേറ്റർ പ്ലസ് ഇത് 1 വന്നതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ആൻസർ എക്സ് പ്ലസ് സി. ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്കൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാവാം. അല്ലാതെ ഓരോ സ്റ്റെപ്പും വിസ്തീരിച്ചെഴുതിയൊന്നും കണക്ക് എഴുതണ്ട. അങ്ങനെ എഴുതിയല്ല മനസ്സിലാണ് കുറേയേറെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് വരുമ്പോൾ താഴത്തേൻ്റെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇട്ടു. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇവിടെ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എന്താ വരുന്നത്? മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇത് തന്നെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇവിടെ കണ്ടില്ലേ ഇടയ്ക്കത്തെ സൈൻ എങ്ങനെയാണ് വന്നത്? നമുക്ക് കോസ് എക്സാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സൈൻ എക്സ് പോകണം. ഇവിടെ മൈനസ് സൈൻ എക്സ്, ഇവിടെയും മൈനസ് സൈൻ എക്സ്. അപ്പോൾ അത് പോകണമെങ്കിൽ ഇടയ്ക്ക് മൈനസ് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്ലസ് സൈൻ എക്സ് ആകും. അന്നേരം ഈ മൈനസ് സൈൻ എക്സുമായിട്ട് പൊക്കോളും. അപ്പോൾ മൈനസ് കോസസ് എന്ന് പറയുന്ന -2 കോസ് എക്സ് വെറും കോസ് എക്സ് ആയിട്ട് മാറണമെങ്കിൽ -1/2 ആണ് പുറത്തിടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഈ സെറ്റ് 4 എണ്ണം 1/1 പ്ലസ് ടാൻ എക്സ് 1/1 മൈനസ് ടാൻ എക്സ് 1/1 പ്ലസ് കോട്ട് എക്സ് 1/1 മൈനസ് കോട്ട് എക്സ്. അതിൽ നിന്ന് ഒരെണ്ണമാണ് പരീക്ഷിക്കുന്നത്. ഇനി ഇത് സൈനും കോസും ഗുണിച്ചാലും കോസും സൈനും ഗുണിക്കുന്നത് സൈനും ഗുണിക്കുന്നത് അത് ഹൈലൈറ്റ് വെച്ച് ഫസ്റ്റ് സെക്കൻഡ് എടുക്കാൻ നിവൃത്തിയില്ല. കാരണം രണ്ടും ട്രിഗ്നോമെട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്, സൈനിന് സൈൻ കുറച്ചാൽ 2 കോസ് സൈൻ, കോസും കൂട്ടിയാൽ 2 കോസിൽ നിന്ന് കോസ് കുറച്ചാൽ -2 സൈൻ എന്ന ഫോർമുല അനുസരിച്ച് കൂട്ടിയിട്ട് പകുതി കുറച്ചിട്ട് പകുതി എന്നൊക്കെയാണ് നമ്മളന്ന് ആംഗിൾ ഇവിടെ പഠിച്ചു വെച്ചിരുന്നത്. ഇനി നമ്മൾ ഈ ഭാഗം, ഈ 2 ഇല്ലാത്ത ഈ ഭാഗമാണ് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഹാഫ് ഇൻറ്റു എല്ലാത്തിലും വരും. ഇതിൽ മാത്രം -1/2 ഇൻറ്റു ഇങ്ങനെ സൈഡിൽ വരും. സൈനും കോസും ഗുണിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഫോർമുല എടുക്കുക. കോസും സൈനും ഗുണിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഫോർമുല എടുക്കുക. കോസും ഗുണിക്കുന്ന ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ഫോർമുല എടുക്കുക. സൈനും ഗുണിക്കുന്ന ക്വസ്റ്റ്യനിൽ നാലാമത്തെ ഫോർമുല എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് -2നെ അപ്പുറം കൊണ്ടുപോവുക. -1/2 ഇട്ടാൽ മതി ഇപ്പുറത്തെ സൈഡിലേക്ക്. ഇനി അങ്ങനത്തെ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടില്ലേ സൈനും കോസും ഗുണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്. അപ്പോൾ സൈൻ കോസ് ആദ്യത്തെ ഫോർമുലയാണ്. അപ്പോൾ ഹാഫ് ഇപ്പുറം കൊണ്ടുവന്നു 1/2 ഇൻറ്റു സൈൻ പ്ലസ് സൈനാണ്. 1/2 ഇൻറ്റു സൈൻ പ്ലസ് സൈൻ. ഈ ആംഗിളിനൊന്നുമില്ല. ഈ 2 ആംഗിൾ കൂട്ടി വയ്ക്കുക. ആദ്യത്തെ ആംഗിളിൽ നിന്ന് രണ്ടാമത്തെ ആംഗിൾ കുറച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഹാഫ് ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ -x dx. ബ്രാക്കറ്റൊക്കെ കൃത്യമായിട്ടിട്ടോണം. ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ 5x മൈനസ് സൈൻ എക്സ് ആയിട്ട് ഇത് മാറുന്നു dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു സൈൻ. ഇനി നിങ്ങൾ ക്യാപിറ്റൽ എക്സ് എന്നൊക്കെ എഴുതാതെ തന്നെ പല കണക്കിൻ്റെ ആൻസർ എഴുതാൻ നിങ്ങൾ പഠിച്ചു. സൈൻ 5xൻ്റെ ഇൻ്റഗ്രൽ കോസ് 5x/5 അല്ല മൈനസ് കോസ് 5x/5 മൈനസ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇനിയുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഈ ചെയ്തേക്കണ കണക്ക് തന്നെ ഇടണമെന്നില്ല. ഞാൻ ഇതായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. കോസും ഗുണിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുലയാണ് ഓർച്ചിട്ട് ഹാഫ് ഇൻറ്റു കോസ് പ്ലസ് കോസ് എഴുതുക. ക്വസ്റ്റിനിൽ കിടക്കുന്ന രീതിയിൽ ആദ്യത്തെ ആംഗിൾ പ്ലസ് രണ്ടാമത്തെ ആംഗിളാണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ ആംഗിൾ മൈനസ് രണ്ടാമത്തെ ആംഗിളാണ് ഇവിടെ വരുന്നത്. അത്രയേ ഉള്ളൂ. ഇനി സൈൻ എക്സ് ബൈ സൈൻ എസ് മൈനസ് എ ഡി എക്സ്. അപ്പോൾ താഴത്തെ സൈൻ എസ് മൈനസ് എ എന്ന ആംഗിൾ വെച്ച് തന്നെ ഇവിടെയും വരുത്തുക എക്സ് മൈനസ് എ. അപ്പോൾ പ്ലസ് എയും കൂടെ കൊടുത്താലാണ് ടോട്ടൽ എക്സ് വരുള്ളൂ. ഇത് ക്യാപിറ്റൽ എ പ്ലസ് ബി. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നത് വെച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൈൻ എസ് മൈനസ് എ സൈൻ എ കോസ് ബി കോസ് എ പ്ലസ് കോസ് എക്സ് മൈനസ് എ സൈൻ എ എന്ന് വരും. ഇൻ്റഗ്രൽ ഡി എക്സും ഉണ്ട്, താഴത്തെ ഡിനോമിനേറ്ററും ഉണ്ട്.
ഇതിങ്ങനെ വെട്ടിക്കളയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് കോസെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാൻ പറ്റി. ഇൻ്റഗ്രൽ 1 dx ആണ് ഒരു ഇൻ്റഗ്രേഷൻ. ഇത് വെട്ടിക്കളയുമ്പോൾ ഇത് തമ്മിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് സൈനെ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് എ ബൈ സൈൻ എസ് മൈനസ് എ ഡി എക്സ് ആണ് അടുത്തത്. ഇനി കോസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx എക്സ് ആണ് പ്ലസ് സൈൻ എ ഇൻറ്റു താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരുന്നുണ്ട് ലോഗ് മോഡ് സൈൻ എക്സ് മൈനസ് എ പ്ലസ് സി എന്ന അതിൻ്റെ ആൻസറും വരും. ഇപ്പം വായിച്ച പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ എസ് പ്ലസ് എ വന്നു, അപ്പം മുകളിലും എക്സ് മാറി എസ് പ്ലസ് എ, അപ്പം മൈനസ് എ കൊടുത്താലാണ് ടോട്ടൽ എക്സ് വരുള്ളൂ. സൈൻ ഓഫ് എ മൈനസ് ബി ഫോർമുല പ്രകാരം നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്തു. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഇങ്ങനെ രണ്ടാക്കി തിരിക്കുമ്പോൾ കോസ് എ കോൺസ്റ്റൻറ്റ് പുറത്ത് ഇൻ്റഗ്രൽ 1 dx മൈനസ് സൈൻ എ കോൺസ്റ്റൻറ്റ് പുറത്ത് ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് എ ബൈ സൈൻ എസ് പ്ലസ് എ ഡി എക്സ്. ഇത് ഇൻ്റഗ്രൽ 1 dx എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എ മൈനസ് സൈൻ എ ഇൻറ്റു താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി. അതേപോലെ തന്നെയാണ് ഇത് എസ് പ്ലസ് എ വരുമ്പോൾ എസ് പ്ലസ് എ മൈനസ് എ കോസ് ഓഫ് എ മൈനസ് ബി കോസ് എ കോസ് ബി മൈനസ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അത് വെച്ചിങ്ങനെ എഴുതി തിരിച്ചു. അതേപോലെ തന്നെ ഇതും അതിൽ നിന്ന് ഓർമ്മ ഇടും. ഇനി ഇ റൈസ് ടുവിൻ്റെ കൂടെ സൈനോ കോസോ വന്നാൽ ലെറ്റായി എടുത്ത് കണക്ക് ചെയ്യണമെന്നും അത് തന്നെ വീണ്ടും ആവർത്തിച്ച് വരുമെന്നും അവിടെയും ഐ തന്നെ കൊടുക്കണമെന്നും ഐകളെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരുമെന്നും അതിൽ നിന്ന് ഐ എഴുതണമെന്നും പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയാണോ ഇൻ്റഗ്രേഷൻ തീരുന്നത് ഇവിടെ ഈ ഐ എഴുതി ഈ ഐകൾ ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ തൊട്ട് ഇൻ്റഗ്രൽ സൈൻ ഇല്ല, ഇവിടം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടം തൊട്ട് പ്ലസ് സി നമുക്ക് കൊടുക്കാം. ആ നേരം തൊട്ടാണ് സി കൊടുക്കുന്നത്. ഇനി അത് സൈൻ 2x വന്നപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ വരുമ്പോൾ 2 cos 2x വരുമെന്നേ ഉള്ള 2 നമ്മൾ പുറത്താക്കിയിട്ടാണ് വീണ്ടും ഹൈലൈറ്റ് വെച്ച് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണത്. അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് ചെയ്യുന്നത്. -2 പുറത്തിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. കാൽക്കുലേഷൻ തെറ്റാതെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇ റൈസ് ടു -x വന്നാലും ഒട്ടും പേടിക്കേണ്ട. ഇ റൈസ് ടു -xൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇ റൈസ് ടു -x ബൈ -1 ബൈ -1 വരാൻ കാര്യം ക്യാപിറ്റൽ എക്സ് ആയിട്ട് -x എടുക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ -1 ആണ്, അതുകൊണ്ട് ഹരിച്ചതാണ്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ കൃത്യമായിട്ട് ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. കാൽക്കുലേഷൻ അത് മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. പെട്ടെന്ന് തന്നെ അത് ഒന്നുകൂടെ ആവർത്തിച്ച് വന്നാൽ അവിടെ ഐ ഇടാനൊക്കെ നമുക്ക് പറ്റും. അത് നേരത്തെ പരീക്ഷയ്ക്ക് ഇട്ടതാണ്. ഇനി ഇത് ഞാൻ പരീക്ഷയ്ക്കിട്ട കൂട്ടത്തിൽപ്പെട്ടതാണ്, എന്നാലും നിങ്ങൾ പഠിക്കുക. ഇവിടെ എക്സ് റൈസ് ടു 7 + 1, ഇവിടെ എക്സ്, ഇവിടെ 1. അപ്പോൾ എക്സ് റൈസ് ടു 7 ടി എടുക്കണമെങ്കിൽ ഇവിടെ ആ ടി എടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 6 വരുമല്ലോ. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 6 വരണം. എക്സ് റൈസ് ടു 6 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചാൽ ഇവിടെ എക്സ് റൈസ് ടു 6 വരികയും ചെയ്യും. ഇതും കൂടി എക്സ് റൈസ് ടു 7 ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. എന്നിട്ട് പുട്ട് എക്സ് റൈസ് ടു 7 എടുത്താൽ എളുപ്പമുണ്ട്. 7 എക്സ് റൈസ് ടു 6 ഡി എസ് ഡി ടി എസ് റൈസ് ടു 6 ഡി എസ് ഡി ടി ബൈ 7. ഇത് ഡി ടി ബൈ 7 ടി ഇൻറ്റു ടി പ്ലസ് 1. ഇനി 1/7 പുറത്ത് ഇൻ്റഗ്രൽ 1/t ഇൻറ്റു ടി പ്ലസ് 1 ഡി ടി. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷനാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഇൻ്റഗ്രാൻറ്റ് മാത്രം എടുത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ഇങ്ങനെ ചെയ്ത് എയും ബിയും കണ്ടുപിടിച്ച് അതിൻ്റെ രൂപം മാറ്റിയെടുക്കണം. ലെറ്റ് 1/t ഇൻറ്റു ടി പ്ലസ് 1 a/t പ്ലസ് b/t പ്ലസ് 1 എൽ.സി എടുത്തു. ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടെ നോക്കുക. രണ്ടും ഭിന്നസംഖ്യാ രൂപമാണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ഈക്വലാണ്. പുട്ടി ടി -1 കൊടുത്താൽ ഇത് പൊക്കോളും. പുട്ടി ടി 0 കൊടുത്താൽ ഇതും പൊക്കോളും. ഒന്നുകിൽ അങ്ങനെ ചെയ്ത് എ ബി കാണാം, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് ടി ആൻഡ് കോൺസ്റ്റൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. ഏതായാലും എയും ബിയും വരെ കണ്ടുപിടിച്ച് ഈ ഇൻ്റഗ്രാൻഡ് ഇങ്ങനെയാക്കിയിട്ടുണ്ട്. ഹരണത്തിൻ്റെ രൂപത്തിൽ കിടന്ന ഇൻ്റഗ്രാൻഡ് ആഡീഷൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ച 1/7 ഇൻ്റഗ്രൽ 1/t ഇൻറ്റു ടി പ്ലസ് 1 ഡി ടി അങ്ങനെ മാറി. 1/7 ഇൻ്റഗ്രൽ 1/t മൈനസ് 1/t പ്ലസ് 1 ഡി ടി എന്ന് മാറുകയും അതിൻ്റെ ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റുകയും ചെയ്തു. 1/7 ഇൻറ്റു ലോഗ് മോഡ് ടി മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് 1 പ്ലസ് സി. ഇവിടെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് ടി പ്ലസ് 1 എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡിഫറൻഷ്യൽ 1 ആയതുകൊണ്ട് 1 കൊണ്ട് ഇവിടെ ഹരിച്ചിട്ടില്ല. ഹരിക്കേണ്ടതാണ്.
1 ആണെങ്കിൽ പോലും ബൈ 1 ഇടുകയാണ്. മൊത്തത്തിൽ ഈ ആൻസറിന് ബൈ 1 ഇടുകയാണ് നല്ലത്. ഞാൻ അങ്ങനെ എഴുതുമ്പോൾ വിട്ടുപോയ കാര്യങ്ങൾ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ബുക്കിൽ അത് എഴുതണം. 1/7 ലോഗ് മോഡ് എക്സ് റൈസ് ടു 7 ആയിരുന്നു ടി മൈനസ് ലോഗ് മോഡ് എക്സ് റൈസ് ടു 7 +1 + c ഇവിടം വരെ എഴുതിയാലും മതി, ഫുൾ മാർക്ക് കിട്ടിക്കോളും. പിന്നെ ഞാൻ ആകെപ്പാടെ ചെയ്തേക്കുന്നത് ഒരു ലോഗിൽ നിന്ന് വേറെ ലോഗ് കുറച്ചപ്പോൾ ലോഗ് a/b വെച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒറ്റ കണക്ക് കൂടിയുള്ളൂ, മോഡുലസിൻ്റെ കണക്ക്. എപ്പോഴാണ് ഈ മോഡുലസിൻ്റെ ഇതേ മോഡുലസ് തന്നെ ഞാൻ പരീക്ഷയ്ക്കിടില്ല. ഈ മോഡുലസിൻ്റെ ആകെ എപ്പോഴാണ് 0 വരുന്നത് എന്ന് നോക്കി ആ 2 വെച്ച് ഇത് മുറിയുന്നു. 1 to 2, 2 to 4. ഇനി 1നും 2നും ഇടയ്ക്ക് ഈ മോഡുലസ് പോസിറ്റീവാണ് നെഗറ്റീവാണ് അതറിയാൻ ഇതിനിടയ്ക്കത്തെ ഒരു സംഖ്യ 1.5 എടുത്ത് s-2ൽ കൊടുത്താൽ മതി. അപ്പോൾ 1.5 - 2 നെഗറ്റീവ് കിട്ടുന്നതുകൊണ്ട് ഈ മോഡുലസ് നെഗറ്റീവായിട്ടും 2നും 4നും ഇടയ്ക്കുള്ള 3 എടുത്ത് ഇതിൽ കൊടുക്കുമ്പോൾ 3 - 2 1 വരുന്നു. പോസിറ്റീവ് വരുന്നതുകൊണ്ടും x-2 വരുന്നതുകൊണ്ടും അങ്ങനെ വരുന്നു. പോസിറ്റീവാണ്, മോഡുലസ് കിട്ടുന്നു. പിന്നെ നമ്മൾ മൈനസൊക്കെ അകത്തേക്ക് കൊടുത്ത് നേരെയാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇത് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അപ്പർ വാല്യൂ ആദ്യം കൊടുക്കുന്നു, മൈനസ് ലോവർ വാല്യൂ പ്ലസ് അപ്പർ വാല്യൂ 4 കംപ്ലീറ്റ് കാര്യത്തിനും കൊടുക്കുന്നു, മൈനസ് ലോവർ വാല്യൂ 2 പിന്നെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ആൻസറിലേക്ക് വരുന്നു. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡുലസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് മാറി ക്വസ്റ്റ്യൻ ഇടും. പിന്നെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 2, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 3, e⁻x കൂടെ സൈനോ കോസോ വരുന്നത്. പിന്നെ ഈ ടൈപ്പ് 4 ഒരെണ്ണം 4 ക്വസ്റ്റ്യൻ. പിന്നെ ഇതിലൊരെണ്ണം 5, പിന്നെ ഈ സെറ്റിൽ ഒരെണ്ണം 6, പിന്നെ ഈ സെറ്റിൽ ഒരെണ്ണം 7, പിന്നെ ഈ സെറ്റിൽ ഒരെണ്ണം 8, പിന്നെ ഈ സെറ്റിൽ ഒരെണ്ണം 9, ഈ സെറ്റിൽ ഒരെണ്ണം 10. അങ്ങനെ 10 സെറ്റ് കണക്കുകളാണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇത് ഞാൻ ചുമ്മയല്ല ഫോർമുലയുടെ കൂടെ എഴുതി തന്നത്. ഇത് പ്രത്യേകം ഇങ്ങനെ ഓർത്തിരുന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് അത് പ്രോബ്ലമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ, എഴുതി വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഫോർമുല കഴിഞ്ഞിട്ട് ഉടനെ ഇങ്ങനെ എഴുതുന്നത്. ഇത് കംപ്ലീറ്റ് ആക്കിക്കൊള്ളണം, അവിടെ തന്നെ ബുക്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിക്കൊള്ളണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് ഇടുക, ടാൻ എക്സ് ടി എഴുതുക, c² ds dt എഴുതുക, തുടർച്ചയായിട്ട് സമം ഇടുക, ഇൻ്റഗ്രൽ ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് ds തന്നെ പോട്ടെ. അതിൻ്റെ ആൻസർ ഒന്നിച്ചെഴുതാം, 2 ടേമിൻ്റെയും ഇൻ്റഗ്രൽ ആൻസർ ഒന്നിച്ചെഴുതാം. t²/2 മൈനസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് c tan² x/2 മൈനസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് c. അങ്ങനെ ആൻസർ പൂർത്തിയാക്കുക. വേറെ ഒന്നുമില്ല. അപ്പോൾ 10 കണക്കുണ്ട്. 10 കണക്കിൽ നിന്ന് ഞാനത് 6 കണക്കായിട്ട് ചുരുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യം പഠിച്ച് 6 മണിയുടെ പരീക്ഷ കൃത്യമായിട്ട് എഴുതി ആൻസർ ചെക്ക് ചെയ്ത് വ്യത്യാസമുള്ള കണക്കിൻ്റെ ആൻസർ മാത്രമാണ് ഞാൻ ആൻസർ കീ ആയിട്ട് തരുള്ളൂ. ഇതിൽ തന്നെ ഡയറക്റ്റ് കിടക്കുന്നതിൻ്റെ തരില്ല. അപ്പോൾ നിങ്ങൾ അത് ബുക്കിൽ നോക്കിക്കൊള്ളണം. അല്ലാത്തത് ആൻസർ കീയിൽ തരും. അത് നോക്കി നിങ്ങൾ മാർക്കിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നേക്കും.